മറൈൻ വേൾഡ് ആലപ്പുഴയിൽ ഒരുക്കിയിരിക്കുന്ന ആ ഒരു വർണ്ണ വിസ്മയം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു നച്ചുമാസ് വേൾഡിലൂടെ. വീഡിയോ മുഴുവനായി കാണാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 120 രൂപ പാസ് എടുത്ത് നമ്മൾ നേരെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭീമാകാരനായ ഒരു മീനിൻ്റെ വായിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വാതിൽക്കൽ തന്നെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നമ്മൾ അവിടെ ആ എടുത്ത പാസ് കാണിക്കുക. അതിനുശേഷം നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ തിരക്ക് കൂടി വന്നതുകൊണ്ട് തന്നെ ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാം ജനുവരി 15 വരെയാണ് അവർ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു തിരക്ക് കാരണം ഇപ്പോൾ ജനുവരി 21 വരത്തേക്ക് നീട്ടിയിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ഏരിയയാണ്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എക്സ്പീരിയൻസ് ചെയ്യത്തക്കവണ്ണമാണ് ഇവിടെ ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. എല്ലാ വെറൈറ്റി ഓഫ് സൗണ്ട്സും സൗണ്ട് എഫക്റ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് തീം ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോറസ്റ്റിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ തുടങ്ങുകയാണ് കടൽ മീനുകൾക്ക് മാത്രമായി പ്രത്യേകം തയ്യാറാക്കിയ ഡബിൾ ഡെക്കർ ടാങ്കിൻ്റെ ആ ഒരു കാഴ്ചകൾ. ഒരുപാട് തരം വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതെല്ലാം ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ നമ്മളിത് ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യനും മീനും തമ്മിൽ പ്രണയിക്കുന്നത് ഇത്രയും അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അത് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ തന്നെ ഒരു കുളിർമ പകരുന്ന കാഴ്ച തന്നെയാണ്. ഒരുപാട് മണിക്കൂറുകളായിട്ടാണ് ഈ ഒരു പാവം സുഹൃത്ത് ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒന്ന് ജസ്റ്റ് തിരിയാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം ഇത്രയും നേരമായിട്ട്, അതായത് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ഷോ കഴിയുന്നിടം വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൈകൾ പോലും നന്നായിട്ട് വിളറി വെളുത്ത ആ ഒരു വെള്ളത്തിൽ നിന്നിട്ട് വിളറി വെളുത്ത പോലെ ഒരു ഫീലിങ്സ് തോന്നി. കാണുന്ന അവിടെ വന്ന് തൊട്ടടുത്ത് നോക്കി നിൽക്കണ എല്ലാവർക്കും ഹൈ ഫൈവും ഒക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് നമ്മൾ വെറൈറ്റി ഓഫ്, അതായത് സിനിമയിൽ മാത്രം കണ്ട് വരുന്നിട്ടുള്ള അല്ലെങ്കിൽ ടി വിയിലൂടെ മാത്രം കണ്ട് പരിചിതമായിട്ടുള്ള ഒരുപാട് മീനുകളെ ഒക്കെ കാണാൻ സാധിച്ചു. കടലിനുള്ളിലൂടെ പറന്നടക്കുന്ന മീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് പോരെ. ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവം. കടലിനുള്ളിൽ കൂടെ പറന്ന് നടക്കുന്ന ആ ഒരു മീനെ നമുക്കിവിടെ നേരിട്ട് കാണാൻ സാധിക്കും. സിനിമയിലൂടെയൊക്കെ കേട്ടും കണ്ടും മാത്രം പരിചയമുള്ള ആളെക്കൊല്ലി പിറാൻ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി
പേരറിയാത്തതും അറിയുന്നതുമായ ഒരുപാട് വെറൈറ്റി മീനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്ത് സംഭവമാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇതൊക്കെ കാണുന്നത്. വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കടലിനുള്ളിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി പോകുന്ന ഒരു ഫീലിങ്സിലാണ് ഇനി നമ്മൾ അടുത്ത കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഈ ഒരു ചെറു മീനുകളെയൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ. കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ് ഇതൊക്കെ. ഇവിടം കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക്, അതായത് നമ്മുടെ അണ്ടർ വാട്ടർ ടണലിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഇവിടെയാണ് ഏറ്റവും തിരക്ക്. ഞാൻ ഇത്രയും നടന്നു വന്നതിൽ ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു അണ്ടർ വാട്ടർ ടണലിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരുപാട് മീനുകളുടെ അടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 10 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇവിടെ ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ കൊടുത്ത് കയറുന്ന ആ 120 രൂപയ്ക്ക് വർത്തിയായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഗെയിം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്തുനിന്ന് 5 മീനുകളെ പിടിക്കുക. ഒരു സമയപരിധി ഉണ്ട്. അതിനുള്ളിൽ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മീനെ പിടിക്കുകയാണെങ്കിൽ ആകർഷകങ്ങളായ സമ്മാനങ്ങൾ അവർ കൊടുക്കുന്നതായിരിക്കും. അത്തരം കാഴ്ചകൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ. അപ്പോൾ പഴയകാല രുചികൾ ഉണർത്തുന്ന മുട്ടായികൾ, അതുപോലെ അച്ചാറുകൾ, അതായത് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും, നമ്മളെ വരച്ചു തരും. അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഈ ഒരു സ്റ്റാളുകൾ, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അത് ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ് ഫുഡ് കോർട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ളതുമായ റൈഡുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളിലും ഇതുപോലെ ഗെയിമും അതുപോലെ തന്നെ റൈഡിങ് സെക്ഷനൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിച്ചു നീട്ടി കാണിക്കാതെ ഈ ഒരു വീഡിയോയിൽ എത്രയും മനോഹരമായ ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു ആലപ്പുഴ ബീച്ചിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ അവിടെ നിന്നൊരു മറ്റേ അരിപ്പയൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വാവ ഒരു കണ്ണാടിയൊക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.